ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രൊട്ടക്ഷൻ, സംരക്ഷണം വേണം, വിശ്വസിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം അറിയാതെ ഈ പള്ളിയുടെ ബലിപീഠം നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്ന ഒരു സംരക്ഷണമുണ്ട്. ഇവിടെ നിന്ന് കോരിയെടുത്ത് നൽകുന്ന ആശീർവാദത്തിൽ ഒരു സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ട ജനം ആണെന്ന് പറയുക. ഇത് ദൈവത്തിൻ്റെ അവകാശമാണ്, ഇത് ദൈവത്തിൻ്റെ ഓഹരിയാണ്. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ഈ നാടിനെ, ഈ ജനതയെ വിശുദ്ധീകരിക്കാനുള്ള പദ്ധതിയാണ്. അതാണ് നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന അപ്പോഴേ അപ്പച്ചൻ, അമ്മച്ചി എന്നാ പാട്ടല്ലേ, രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. മനമേ പക്ഷേ ഗണങ്ങളുണർ. അതുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്ര തവണ പറഞ്ഞിട്ട് അമ്മച്ചി ഒന്ന് നിർത്തിച്ചു, രാവിലെ കിടന്ന് ഉറങ്ങേണ്ട സമയം. ഇപ്പോഴും അമ്മച്ചി പിന്നെയും ചെറു നേരം മിണ്ടാതിരുന്നിട്ട് മരത്തിൻ കൊമ്പേലിരിക്കും പക്ഷി കാസറ്റ് വലിയുന്നുണ്ട്. സാരമില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഞാൻ പറയും, അന്ന് അവർക്ക് വലിയ കോട്ടും സ്യൂട്ടും ഒന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് ഡിഗ്രികളോ സർട്ടിഫിക്കറ്റുകളൊന്നുമില്ല, ട്രോഫി മെഡലും കിണ്ണും ചെറിയ ഓട്ടുകളൊക്കെ ഒന്നും വലുതായിട്ടൊന്നുമില്ല വീട്ടിൽ. പക്ഷേ ഒരു കൈങ്ങണം മുകളിലൊരു പിടി. ബസ്സിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടില്ലേ, ചില ചേച്ചിമാർ കമ്പിയെ പിടിച്ച് ഇങ്ങനെ കറങ്ങും, ചവിട്ടുന്നതനുസരിച്ച്. ഉടനെ കണ്ടക്ടർ ബാക്കിയിരുന്നൊരു വിളി, ചേച്ചിയെ മുകളിലൊരു പിടിയുണ്ട്, പിടിക്കാൻ പറ്റും. മുകളിലൊരു പിടിയുണ്ടെങ്കിൽ വീഴുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരൊക്കെ ഉണ്ടല്ലോ, പണ്ട് ദൈവത്തെ വിളിച്ചിറക്കുവാൻ. ഈ ജീസസ് യൂത്തിലെ ഒരു പെൺകുട്ടി, അവളുടെ ഒരു ജീവിതം പങ്കുവെച്ച്, ഒരു ജീവിതാനുഭവം പങ്കുവെച്ചത് ഞാൻ ഓർക്കണം. അവളുടെ നല്ല മിടുക്കിയൊരു കൊച്ചാണ്. അവൾ എല്ലാ ആഴ്ചയിലും 3 ദിവസം തെരുവിലൂടെ, പണ്ട് നമ്മുടെ ബർണബാസ് പിതാവ് പാവങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന കണക്കെ അവളൊരു ബിഗ് ഷോപ്പറിനകത്ത് ഒരു 10 പൊതി ഉണ്ടാക്കും, എല്ലാ ആഴ്ചയിലും 3 ദിവസം. എന്നിട്ട് അവളിങ്ങനെ തെരുവിലൂടെ നടക്കും. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഈ പാവങ്ങളോടൊക്കെ പരിഗണന കാണിച്ചിട്ടുണ്ടല്ലോ. ബൈബിളിലൊരു വചനമുണ്ട്, ദരിദ്രനെ സഹായിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടിക്കൊള്ളും. കർത്താവിനൊരു കടം കൊടുത്താൽ മരിക്കുന്നതിന് മുൻപ് കർത്താവ് പലിശ സഹിതം തിരിച്ചു തന്നിട്ടേ നീ മിഴി കൂട്ടാൻ തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ ഈ കൊച്ചിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അരികിൽ വീപ്പ വെച്ചിട്ടുണ്ട്. ഈ ഇവിടേക്ക് വേസ്റ്റൊക്കെ കൊണ്ടിടാറുണ്ട്. ഇലയിൽ നിന്ന് ഈ വേസ്റ്റൊക്കെ ഈ മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു താടി വളർത്തി, മുടി വളർത്തി, ഒരു 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 കരിയോയിലിൽ മുക്കിയെടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ചളുങ്ങിയ അലൂമിനിയം പാത്രത്തിൽ ഈ മനുഷ്യൻ അതേ ഈ എച്ചിലൊക്കെ വടിച്ചിട്ടിട്ട് കൊണ്ടുപോയി ഒരു മരത്തിൻ്റെ തണലിൽ വെച്ച് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കൊച്ചു വേദനയോടെ കണ്ടു. അവൾ ഈശോ എന്ന് പറഞ്ഞ ജീവനവൾക്ക് ഓടി ചെന്നിട്ട് ഈ പൊതി അങ്ങോട്ട് നീട്ടിട്ട് പറഞ്ഞു, അമ്മാവാ അതങ്ങ് മാറ്റ, ഇത് കഴിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ വിറയാർന്ന കൈകളോടത് വാങ്ങിച്ചു, എന്നിട്ട് ഇത് അഴിച്ചു. അപ്പോൾ ഈ കൊച്ചവിടെ നിൽപ്പുണ്ട്. ഇത് ഒരു പിടി ചോറ് വാങ്ങി മനുഷ്യൻ തിന്നു. അപ്പോൾ ഈ കൊച്ചവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ തൊഴുതുകൊണ്ട് ചോദിച്ചതാണ്, മോളെ ഒന്നും തോന്നല്ല, മോളെന്താ ഇങ്ങനെ? അവൾ ചോദിച്ചു, എങ്ങനെ? അല്ല മോളെ, ഞങ്ങൾ ഭിക്ഷക്കാരാണ്, പക്ഷേ മോൾ വലിയ വീട്ടിൽ ജനിച്ച കൊച്ചല്ലേ, മോളെന്താ ഞങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്?
അപ്പോൾ അവൾ പറഞ്ഞു, അമ്മാവ ഞാനൊരു പിച്ചക്കാരിയാണ്. ഞാനും പിച്ചക്കാരിയാണ്. അതെന്നാ? അമ്മാവ പൈസയൊക്കെ ഉണ്ട്, വീടും പറമ്പൊക്കെ ഉണ്ട്, പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. ആ അർത്ഥത്തിൽ ഞാനും പിച്ചക്കാരിയില്ല, എനിക്ക് മക്കളില്ല. ഈ മനുഷ്യൻ പെരിയെ എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് പറഞ്ഞു, മോളെ ഒന്നും തോന്നല്ലേ, എന്താ ഞാനിന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ ഈ എച്ചിക്കൈ തുടച്ചിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഈ കുഞ്ഞിൻ്റെ കൈ നെറുകയിലോട്ട് കൈ എടുത്ത് വെച്ച് ഒറ്റ പ്രാർത്ഥന, ആപ്പാ എ കുളന്തെ പാറപ്പാ, എ കുളന്തെ അനുഗ്രഹിക്കപ്പാ, ഒരു കുളന്തെ കൊടപ്പാ. ചങ്ക് പറഞ്ഞ പ്രാർത്ഥന. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കൊച്ച് അടുത്ത വർഷം അവരുടെ കെയ്റോസ് എന്ന് പറഞ്ഞ ജീസസ് യൂത്തിൻ്റെ ഒരു മാഗസിനുണ്ട്, അതിലൊരു സാക്ഷ്യം എഴുതി വെച്ചു. ഈ ദരിദ്രന്റെ നിലവിളി ആകാശമേഘങ്ങളെ തുളച്ചു കയറിയിട്ട് എൻ്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു. ഫോട്ടോ ഷൂട്ടൊന്നും വേണ്ട, പള്ളി റെഗുലറായിട്ട് വരണ്ട, പക്ഷെ ദൈവത്തെയൊക്കെ വിളിച്ചാൽ ദൈവം ഇറങ്ങി വരും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ വിളിച്ചിറക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിടുന്നു, കോളേജിൽ വിടുന്നു, അവിടെ ഇവിടെയൊക്കെ പോകും. ഇവരൊക്കെ തിരിച്ച് കയ്യിലിരിക്കുന്ന മൊബൈൽ തന്നെയാണോ അതോ ബോംബാണോ എന്ന് അറിയാൻ മേലാത്ത കാലമാണ്. കുഞ്ഞുങ്ങൾ അവർ പോലും അറിയാത്ത ഒരു ലോകത്തേക്കൊക്കെ എടുത്തു മാറ്റപ്പെടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെറുകയിൽ വരയ്ക്കുന്ന കുരിശ്, അവരെ കൊണ്ടുവന്ന് ഈ ആലയത്തിൻ്റെ അകത്തളത്തിലിട്ട് ഈ വെഞ്ചരിപ്പുകളും ആശീർവാദങ്ങളും ഈ സമാധാനങ്ങളും ഒക്കെ അവർ സ്വീകരിച്ചു പോകേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുളടയും വഴികളിൽ